ഇപ്പ 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 ഏനോ ഏനോ നിങ്ങളെന്താ ഈ നേരത്തെ കിടന്നുറങ്ങണ്? ഈ മൈബിന് നേരായില്ലേ? ഈ നേരത്തേക്ക് കിടന്നുറങ്ങണത്? കിടന്നോളി, ഞാൻ തപ്പണ്ട് വന്നിട്ടുള്ളൂ. എന്തെങ്കിലും ഈ നേരത്തെ ഉച്ചക്ക് കിടന്നുറങ്ങിയില്ലേ? ഞാൻ ഉച്ചയുടെ ഉള്ളി കുടിച്ചപ്പോഴേ ചെറിയൊരു മയക്കുള്ള ഒന്നുമില്ല, വെറുതെ അങ്ങനെ പോന്നാണ്. അടുക്കള പോയിട്ട് ചായ കുടിച്ചോ? ആ ഞാൻ കുടിച്ചോളാം. ഞാൻ കുടിന്ന് വരുമ്പോ ചായ കുടിച്ചിട്ടാ പോകുന്നത്. കുട്ടികളൊക്കെ സ്കൂളിൽ തന്നപ്പോഴേ ഇത്തിരി ചായ ഉണ്ടാക്കിണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല. സ്കൂളിൽ പോയിക്കാണ്, രണ്ടാളും സ്കൂളിൽ പോയിണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന് ചായ കുടി ട്യൂഷന് പോയിക്കണ്. ആ വിളിച്ചിരുന്ന്. ഉദ്ഘാടനാണല്ലോ ഈ ആഴ്ച. ഞാനും മക്കളും പോകുന്നുണ്ട് അങ്ങോട്ട്. ഉദ്ഘാടനാണേ ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച. ആ ചെല്ലാൻ പറഞ്ഞിരിക്കണ്. ടിക്കറ്റ് എടുത്തിക്കണ് ഇന്നലെ. ഞാനും കുട്ടികളും ഓലമ്മയുണ്ട്. നിങ്ങൾ ഡോക്ടറെ കാണിച്ചില്ലേ? ഡോക്ടറെ കാണിച്ചാലും ഭേദമില്ല. മടക്കിയ ശ്വാസം മുട്ട് കിടക്കാൻ കിടക്കാൻ തോന്നുന്നു, കിടന്നാ നീക്കാൻ തോന്നുന്നു. അങ്ങനെ ഇന്നത്തെ കഥ. ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ എന്താ ചെയ്യപ്പ? വൈദ്യരെ കാണിക്കാൻ നാളെ പറ്റിക്കലേ. റസാഖിനെ കൂട്ടി വൈദ്യരെ അടുത്ത് പോകണം. ഞാൻ നാളെ ഇങ്ങോട്ടൊരു 10,000 റുപ്യ അയച്ചുതരാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്താ അയച്ചുതരാ? ഇനി കയ്യിൽ കായില്ലാത്ത നേരത്തെ നിങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുള്ളൂ. നാളെ ഞാനിപ്പോ എന്റെ മരുന്ന് പഠിക്കാനുള്ള കാര്യം തന്നെ ആ റസാഖിന്റെ അടുത്ത് കടം മേടിച്ചു. നിങ്ങളൊന്ന് നിർത്തുക എന്റെപ്പ. കുറെ കാലം ഇത് കേക്കൽ തുടങ്ങിയിട്ട്. ഇനി എവിടേക്ക് നിങ്ങൾ കുയ്ക്ക് പോകാൻ കിടക്കണം? നിങ്ങൾ ഈ പൈസ എടുത്തിട്ട് ഇല്ലല്ല പാട്ട് പാടാൻ നിൽക്കണത്. ഞമ്മക്കൊന്നും അറിയാത്തതൊന്നല്ല നിങ്ങളെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. ആയ കാലത്തൊക്കെ ഉണ്ടാക്കിയത് നിങ്ങൾ എവിടെ കൊണ്ടുപോയിട്ടാ കുഴിച്ചിട്ടൊക്കെ അറിയാം. ഇല്ല ഇല്ല, രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റസാക്കും സന്തോഷം എല്ലാരും ഇവിടെ ഉണ്ടല്ലോ. എന്താ ഇവിടെ രാത്രി പണി നിങ്ങക്ക്? വർത്താനം പറഞ്ഞിരിക്കണത് എല്ലാ വർത്താനം ഞങ്ങൾ ശരിയാക്കി തരുന്നുണ്ട്. ഈ മുണ്ടി വർത്താനം പറഞ്ഞ ഞാൻ അങ്ങോട്ട് പറഞ്ഞതല്ലേ? ആ പിന്നെ മയമേക്കാന്റെ അഞ്ചന്റെ മോന് നിക്കണ ആ ഒരു ഇതില് അവിടെ പോയി നിന്നൂടെ നിങ്ങൾക്കു? എന്തോരം ആൾക്കാർ അവിടെ ഉണ്ട്. ഈ ആൾക്കാരെ കൊണ്ട് പറയിക്കാൻ നിക്കണം. അപ്പുറത്തും ഇപ്പുറത്തുള്ള ഒരു രാത്രിയായ പാട്ടും ചിരിയും ബഹളും. നിങ്ങൾ പറഞ്ഞ ഒരു പണിയും ചെയ്യണ്ട. അങ്ങട്ടല്ല പറഞ്ഞത്. ആ മയമാക്കാന്റെ അലിയുടെ മകനല്ലേ ആ വൃദ്ധരിക്കുള്ളത് നിൽക്കണത്. നാട്ടുകാരെ അതിന് വെറുതെ ആവശ്യമില്ലാതെ വൃദ്ധസ്ഥാനം എന്നൊക്കെ പറയും. അവിടെ നിന്ന് പോയി നിന്നാലും നിങ്ങൾക്ക് എന്താ? മക്കളും കുട്ടികളും ഇല്ലാത്തവരൊക്കെ അങ്ങനെ പോയി നിൽക്കുക. ഇപ്പൊ എന്റെ പേരും കുട്ടികളും ഒക്കെ ഇട്ടിട്ട് വരാൻ പറ്റുമോ? മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട് നിന്നിട്ടും കാര്യമില്ല. ഈ കള്ളക്കടയിൽ കുറെ ഞാൻ കണ്ടതാ. എന്റെ കള്ളനെ കുറെ നിങ്ങൾ ഇടങ്ങിറക്കിയിട്ടുണ്ട്. അതിനൊക്കെ ഉള്ളത് അനുഭവിച്ചിട്ട് നിങ്ങൾ തീരുള്ളൂ. അല്ലാതെ വെറുതെ ഒന്നും തീരൊന്നുമില്ല. പടച്ചോനെ മറന്നിട്ട് നിങ്ങൾ പടച്ചോനെ മറന്നിട്ട് ഞങ്ങളോട് കാട്ടിക്കൂട്ടിനേരം എന്തൊക്കെയായിരുന്നു? ഞാൻ പകുതൊന്നും പറയാൻ വന്നതല്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കാര്യത്തിൽ ആലോചിച്ചോളി. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നടുറൊട്ടിക്ക് ഇറങ്ങുക, അത്ര തന്നെ. ഇതാ ഇതിൽ നിന്ന് ഒപ്പിട്ടെന്നാണ്. ഈ വീടിന്റെ ആധാരമാണ്. ഇതിന്റെ പേരിലാക്കാനുള്ളതാ. ഇത് ഞാൻ വിൽക്കാൻ വേണ്ടി പോവാ. നാളെ ഈ കൂട്ടത്തിൽ കാണാൻ വേണ്ടി വരും. അപ്പൊ എന്റെ പേരിൽ ഇത് കിട്ടണം. നിങ്ങൾ ഇതിൽ സൈൻ ചെയ്യും. പിന്നെ എന്തെങ്കിലും വേറെ എന്തേ? പിന്നെ നാളെ നിങ്ങൾ പണി ചോട്ടി നിങ്ങളെ അതിനെന്താ? എന്നും കാലേക്ക് എന്റെ മക്കളുടെയും കുട്ടികളെയും എല്ലാവരുടെയും ഇതിനുള്ളിൽ നിൽക്കാൻ പറ്റും. വന്നിട്ട് ഇതും കൂടി വിറ്റിട്ട് വേണക്ക് എന്റെ ചങ്ങായിയുടെ അടുത്തേക്ക് പോവാൻ വേണ്ടിട്ട്. ഞങ്ങളുടെ പുതിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ടുണ്ട്. ആ പറഞ്ഞ പിറ്റക്കാലക്ക് അന്ന് കിട്ടേണ്ട കാര്യം തൊള്ളയുള്ളത് ബാക്കിയുള്ളത് കിട്ടേണ്ട കാര്യം എനിക്ക് ഇപ്പഴാ കിട്ടുന്നത്. മുതല് നിങ്ങൾ ഇതിന്റെ ഒപ്പിട്ടാണ്. കൂടുതൽ വർത്താനം പറയാതെ ചെല്ലി ഒപ്പിടി. ഇക്ക് ആവശ്യമുണ്ട് പൈസ. നിങ്ങളെ ഞാൻ അങ്ങനെ പുറത്തേക്ക് കളയാൻ തള്ളിടുന്നു. സാധാരണ നാട്ടിലുള്ള മക്കളും കുട്ടികളൊക്കെ എന്താ കാട്ടുന്നത്? പുറത്തേക്ക് തന്തായാലും തള്ളിടുന്നു. ഞാനായല്ലോ ആ വൃദ്ധസദനത്തിൽ ഞാൻ കൊണ്ടുകൊണ്ടേയിട്ടാണ് നിങ്ങളുടെ അവിടെ അങ്ങോട്ട് ജീവിച്ചാളി. ഇനി ഇത്ര കാലം ജീവിച്ചാൽ നല്ലപോലെ തിന്നിട്ട് കുടിച്ചിട്ടൊക്കെ തെറ്റ് ചെയ്തിട്ടില്ല. പൊന്നാര വാപ്പാ പിന്നെ എന്തിനാ നിങ്ങള് ചെയ്തത്? നിങ്ങളെന്തിനാ ഞങ്ങളൊക്കെ ചെയ്തത്?
അത് ശരി മക്കള് തന്താഴ് മക്കളെ നോക്കി ഉണ്ടാക്കുക ഓലിക്കുള്ളതൊക്കെ കൊടുക്കുക കല്യാണം കഴിപ്പിക്കുക അതൊക്കെ തന്നെ തന്തായിരുന്നുള്ള മക്കളെ പരിപാടി അല്ലാണ്ട് വേറൊന്നല്ല ഇപ്പൊ ഈ ഉള്ളത് എനിക്ക് എന്തായാലും കിട്ടണം എനിക്ക് ഈ സമയത്താ പൈസ കിട്ടുന്നത് അല്ലാണ്ട് കണ്ണി കണ്ട നേരത്തല്ല നിങ്ങൾക്ക് വേറെ മക്കളൊന്നും ഇല്ലല്ലോ ഞാനറിയാം നിങ്ങൾ കൊടുക്കാന് ഇതിൽ ഒപ്പിട്ടെന്നാണ് ഒപ്പിടി എനിക്ക് കൂടുതൽ വർത്താനം വരെ നേരമില്ല നാളെ ഇങ്ങനെ മയ്യത്ത് വേറൊടുത്തുനിന്ന് കൊണ്ടുപോയിക്കോളൂ അതിനിപ്പോ എന്താ പ്രശ്നമുള്ളത് ഇത് ഒപ്പിട്ടാ നിങ്ങളിത് നിങ്ങൾ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങൾ ഇതിൽ ഒപ്പിട്ടെന്നാണ് കളിക്കാൻ നിൽക്കാതെ ഇപ്പൊ ഇടിക്ക് ഒപ്പിടി അങ്ങോട്ട് ഇക്കിപ്പോ അതിന്റെ പിന്നാലെ നടക്കാനും നേരമില്ല തന്താരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞു ഒരു ഒപ്പിടി ഒപ്പിടി നിങ്ങൾ കൂടുതൽ വർത്താനം വരാതെ നിങ്ങൾ ധ്യാനിപ്പിക്കാൻ നിൽക്കണ്ടേ നിങ്ങൾക്ക് ഒരു സ്വഭാവം ശരിക്കറിയാലോ ആ ഒപ്പിടി അന്നാട് ഒപ്പിട്ടോളി വലിയ വർത്താനം വരാൻ നിൽക്കണ്ട നിങ്ങൾക്ക് കൂട്ടിയാ കൂടണം പിന്നെ നിങ്ങൾ ആർക്കും ഒറ്റ എടുത്തിരിക്കുന്നത് ഒപ്പിടി വർത്താനം പറയാണ്ട് ഒപ്പിടി ഞാനും ഇതിനുള്ളിൽ ഇറങ്ങി പോകുമ്പോഴേ എനിക്ക് ഈ മുതലൊക്കെ കിട്ടണം നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും മക്കളുണ്ടോന്ന് ഞാൻ അറിഞ്ഞ ഇല്ലല്ലോ ഇവിടെ ഒപ്പിടി ഇത് ഒപ്പിടി ഇക്കന്നല്ലേ ഇത് ഇന്നലെ നാളെ ഒപ്പിടി തന്റെ വലിയ ഡയലോഗ് അടിക്കാതെ ഞാൻ എന്റെ അമ്മയും കൂടി കഷ്ടപ്പെട്ട് ഇത് ഇതൊക്കെ ഒപ്പിടി ഒപ്പിടി അങ്ങോട്ട് ഇവിടെ ഇവിടെ ഒപ്പിടി വലിയ ഡയലോഗ് പറയാതെ ഉമ്മ മരിച്ചത് വാപ്പ മരിച്ചു ഉമ്മി വാപ്പൊക്കെ മരിക്കും വാപ്പാരും ഇവിടെ 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 പിന്നെ ഞങ്ങൾ ഇത് എടുത്തിരിക്കുന്നത് ആർക്കും വേണ്ടിട്ടാ ഇക്കന്നല്ലേ അതെ കൂടുതൽ വർത്താനം ഒന്നും പറയാൻ നിൽക്കണ്ട കരയും വേണ്ട 2 ദിവസം കഴിഞ്ഞ ഇവിടെ തന്നെ ഇറങ്ങിക്കോളുണ്ട് വേറെ വർത്താനം ഒന്നും പറയാനില്ല പിന്നെ നിങ്ങളോടാ പറഞ്ഞത് പൈസക്കും മുതലിനും എതിരായിട്ട് ആരും നിന്നിട്ടും കാര്യമില്ല ഇന്നത്തെ കാലത്ത് അതിനല്ല കാര്യം ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം അടുത്ത ആഴ്ച ഞാൻ എന്റെ കുട്ടികളും കൂടിയിട്ട് എന്റെ കാടത്തേക്ക് പോവാണ് നീ മരിച്ചെന്നുള്ള കേട്ടാ മാത്രം മതിക്ക്